എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിനെ പറ്റിയാ. ഈ കുടുംബത്തിലെ 4 അംഗങ്ങളും ഉണ്ട്. അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൂടോത്രം ചെയ്ത് നേടിയെടുത്തു. പൈസ ആയിക്കോട്ടെ, ശക്തി ആയിക്കോട്ടെ, അവരുടെ ശത്രുക്കളെ നശിപ്പിക്കുന്നതായിക്കോട്ടെ, എല്ലാം. എന്നിട്ട് നാട്ടുകാരുടെ ഇടയ്ക്ക് ഈ കുടുംബത്തിനെ പറ്റി അങ്ങനെ സംസാരങ്ങൾ തുടങ്ങി. പക്ഷെ ആരും വിശ്വസിച്ചൊന്നുമില്ല. പിന്നെ ഓരോന്ന് കൺമുമ്പിൽ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഞെട്ടിപ്പിച്ച് കളഞ്ഞില്ലേ എല്ലാവരും. ആരൊക്കെ ഇവരെ എതിർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആരൊക്കെ ഇവരുടെ ശത്രുക്കളായിട്ടുണ്ടോ എല്ലാവരും ഓരോന്നോരോന്ന് മരിക്കാൻ തുടങ്ങി. ഒന്നീ സ്വയം ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ ഉറക്കത്തിൽ മരിക്കുന്നു. ചിലരുടെ സമനില തെറ്റി ഭ്രാന്തന്മാരെ പോലെ നടക്കുന്നു. ആ സമയത്ത് ഒരു 16 വയസ്സുകാരൻ, നല്ല ചങ്കൂറ്റമുള്ള കൊച്ചാണേ, ആ കൊച്ചു മുമ്പോട്ട് വന്ന് പറഞ്ഞു, ഇവരുടെ എന്താ സത്യാവസ്ഥ എന്ന് ഞാൻ പോയി ചോദിക്കും. പക്ഷെ എന്നാലും 2ാം ദിവസം ഈ 16 വയസ്സുകാരന്റെ ശവശരീരം കിട്ടിയത് അമ്പലക്കുളത്തിൽ. അയാൾ മരിച്ചോ? പക്ഷെ ആ 16 വയസ്സുകാരന്റെ അച്ഛനില്ലേ, എന്തോ വലിയ ആത്മീയ ശക്തികളൊക്കെ ഉള്ള മനുഷ്യനായിരുന്നത്ര. അയാളുടെ വാ കൊണ്ട് എന്തു പറഞ്ഞാലും അത് അച്ചട്ട് അതുപോലെ നടക്കുന്നു. എന്നിട്ട് ഈ മനുഷ്യൻ ആ കുടുംബത്തിന് മുമ്പിൽ ചെന്ന് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, നീയും നിന്റെ കുടുംബവും ഇനിയും വരാനിരിക്കുന്ന 50 തലമുറയും അനുഭവിച്ച് ഇഞ്ചിഞ്ചായി ഇല്ലാണ്ടായി മരിക്കും അത്ര. ഇതൊക്കെ പണ്ട് മുത്തശ്ശിമാര് പറഞ്ഞ കഥ, അതൊക്കെ സത്യമാണോ എന്ന് ദൈവത്തിന് അറിയാം. അമ്മേ, ഏതായി കുടുംബം? സംശയം എന്തോ നമ്മുടെ കുടുംബം. ആരോടും പറയണ്ട.